ഹായ്, ഇന്ന് നമുക്ക് ഗോബി മഞ്ചൂരിയൻ അല്ലല്ല അനിയൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? ഇതിന് വേണ്ടി 4 സവാള എടുക്കാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൈയും കൊണ്ട് നന്നായിട്ട് ഞെരടാം. ഞാനത് ചെയ്യാൻ വിട്ടുപോയതാണേ. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കശ്മീരി ചില്ലി പൗഡർ, മേദ ആൻഡ് കോൺഫ്ലോർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ പരുവാവും. ഇതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ആ ബോൾസ് എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള അനിയൻ ബോൾസ് റെഡിയാവും. നമുക്കിത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും, പക്ഷെ കഴിക്കരുതേ. ലെറ്റ്സ് വെയിറ്റ് ഫോർ സം മോർ ടൈം. കടായി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് ഇടാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. എന്നിട്ട് സവോള ഇടാം. അതും നന്നായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കശ്മീരി ചില്ലി പൗഡറും ഇട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. അതിലേക്ക് നമ്മൾ സോസ് ഒഴിക്കാൻ പോവുകയാണ്. ടൊമാറ്റോ, ചില്ലി ആൻഡ് സോയ സോസ് മിക്സ് ചെയ്തത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് സ്റ്റിർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കോൺഫ്ലോറിൻ്റെ വാട്ടർ ഒഴിക്കാൻ പോവാണ്. കോൺഫ്ലോർ ആഡ് ചെയ്ത വാട്ടർ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അനിയൻ ബോൾസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗോബി മഞ്ചൂരിയൻ അല്ലല്ല അനിയൻ മഞ്ചൂരിയൻ റെഡിയാണേ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.